ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം വിദ്വേഷണ കർമ്മം. മലബാരത്തിലെ മലയാള മാന്ത്രികത്തിലെ കല്ലടിക്കോട് സമ്പ്രദായത്തിലെ ഒരു വിദ്വേഷണ കർമ്മമാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ കർമ്മം എന്തിനു വേണ്ടി ചെയ്യുന്ന ഷഡ്കർമ്മങ്ങളിലെ ഈ കർമ്മം എന്തിനാണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് വ്യക്തികളെ തമ്മിൽ വിഘടിപ്പിക്കാനും. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, എന്തിനാ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യണത് എന്ന് പറയും. പക്ഷെ അതായത് നമുക്കെതിരെ നിൽക്കുന്ന രണ്ട് ദുഷ്ടന്മാർ അവർ സെറ്റായിട്ട് നിന്ന് ഒരുമിച്ച് നിന്ന് നമ്മളെ നിരന്തരം ഉപദ്രവിക്കുക, നമ്മൾക്ക് ജീവിക്കാൻ പറ്റാതാവുമ്പോൾ ഭഗവാൻ പറഞ്ഞ പോലെ അസ്ത്രം ചെയ്യുന്ന രീതി അവരെ വിഘടിപ്പിക്കുക. അപ്പോൾ അവർ ശക്തി കുറഞ്ഞ് നമ്മളെ ഉപദ്രവിക്കാതെ ആവും. പിന്നെ മറ്റൊരു കർമ്മം എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷ ബന്ധം, അതിൽ സ്ത്രീയെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയൊക്കെ ബോധ്യം വന്നെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരു കർമ്മമാണ് വിദ്വേഷണം. ഇത് ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് ഇത് ദുർവിനിയോഗം ചെയ്യരുത് എന്നും സത്യം ചെയ്യിക്കും. ഈ കർമ്മത്തെ മിസ്യൂസ് ചീത്തയായ കാര്യങ്ങൾക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ ഒരാൾ നമുക്ക് ഇന്നതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞു വരുമ്പോൾ അത് അപ്പാടെ കണ്ണടച്ച് ചെയ്യരുത്. നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമേ ഇത് ചെയ്യാവൂ എന്നാണ് ഗുരു ഉപദേശം. ഞാൻ പറഞ്ഞത് ഇത് പലർക്കും പല അഭിപ്രായം ഉണ്ടാവും, അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത്. ഈ 10-20 വിദ്വേഷണ കർമ്മങ്ങളിലെ ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കർമ്മമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കർമ്മം തിരഞ്ഞെടുത്തത്. ഇനിയും ഒരുപാട് കർമ്മങ്ങളുണ്ട്, അതൊക്കെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കർമ്മം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് സൽക്കർമ്മങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലാത്ത പക്ഷം ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. ഈ കർമ്മം കർമ്മിയുടെ ബലമാണ്, ഗുരുവിൻ്റെ അനുഗ്രഹമാണ്, ഉപാസനാമൂർത്തിയുടെ ശക്തിയാണ്. ചില സമ്പ്രദായക്കാർ ഉപാസനാമൂർത്തിയെ കൊണ്ട് ഈ കർമ്മം ചെയ്യിക്കില്ല. കാരണം ഉപാസനാമൂർത്തി നമ്മുടെ പ്രൊട്ടക്ഷനായിട്ട് നിൽക്കണം എന്നുള്ള വാദഗതിക്കാരാണ്. മറ്റുള്ള മൂർത്തികളെ കൊണ്ട്, അതായത് ഒരേ സമയം വീണ്ടും പല പല മൂർത്തികളെ ഉപാസന ചെയ്ത് അടിമയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. എന്ന് അറിഞ്ഞാൽ നമുക്ക് ഈ കർമ്മത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഹോമകുണ്ഡം തോറ്റണം. അതിൻ്റെ ഇടത്ത് ഗുരുനാഥനെ സങ്കല്പിച്ച്, വലത്ത് ഗുരുനാഥൻ എന്ന് പറയുന്നതിൽ എൻ്റെക്ക് വരുമ്പോൾ ശിവനും പാർവതി അവിടെ വരിക. ഇവിടെ നിവേദ്യക്രിയ ചെയ്യണം. അതായത് ഗുരുവിൻ്റെ ഗുരു എന്നുള്ള രീതിയിൽ ഇവിടെ നിവേദ്യം കൊടുക്കും. താന്ത്രികത്തിൽ നിവേദ്യമില്ല, സർവരസമയം അർഘ്യം സമർപ്പയാമി എന്നുള്ളൊരു അർഘ്യം മാത്രമേ കൊടുക്കൂ സമ്പ്രദായമുള്ളൂ. മലബാരത്തിൽ അങ്ങനെയല്ല, അവിലും മലരും കൽക്കണ്ടം മുന്തിരിയൊക്കെ വെച്ച് കള്ളും തവിടൊക്കെ വെച്ചിട്ടുള്ള ഒരു കർമ്മമാണ് ചെയ്യുക. ഹോമകുണ്ഡത്തിൻ്റെ ഇടത്ത്, അതായത് നമ്മുടെ വലത് കൈയുടെ ഭാഗത്ത്, അവിടെ ഗണപതിക്ക് നിവേദ്യം കൊടുക്കണം. അവിടെ ശുദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ കൊടുക്കണം. അതിനുശേഷം ഏത് ദേവനെയാണോ നമ്മൾ ഈ കർമ്മത്തിന് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഹോമകുണ്ഡത്തിൻ്റെ മറുവശത്ത് പത്മമിട്ടിട്ട്, ഏത് ദേവനെയാണോ ആ ദേവൻ്റെ പത്മമിട്ട്
ഇപ്പോൾ കരിങ്കുട്ടിക്കാണെങ്കിൽ ത്രികോണ പീഠം ഇടുക, വടുക ഭൈരവനാണെങ്കിൽ ഐങ്കോണ് ഇട്ടിട്ട് അല്ലെങ്കിൽ 9 കളം പത്മം ഇട്ടിട്ട് അങ്ങനെ വടുക ഭൈരവ ശിവൻ്റേതായിട്ടുള്ള കുറച്ച് പത്മങ്ങളുണ്ട് മലയാള മാന്ത്രികത്തിൽ, അതൊക്കെ ഇട്ടിട്ട് വേണം പൂജിക്കാൻ. ഒരേ സമയം ഹോമകുണ്ഡത്തിലേക്കും ആ മൂർത്തിയിലേക്കും നമ്മൾ ആവാഹിച്ച് നിവേദ്യങ്ങൾ കൊടുക്കണം. ആ നിവേദ്യം കഴിഞ്ഞതിന് ശേഷം ഹോമത്തിലേക്ക് വിദ്വേഷണത്തിന് ഉപയോഗിക്കുന്ന സംത്തുകളുണ്ട്. ആ സംത്തുകൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ സുലഭമായി കിട്ടുന്നതാണ്. ആ സംത്ത് കടലാടി എടുക്കാം, പ്രധാനമായിട്ട് കടലാടി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പശയുള്ള വസ്തുക്കൾ, ഒടിക്കുമ്പോൾ പശ വരുന്ന വൃക്ഷങ്ങൾ അല്ലെങ്കിൽ കുറ്റിച്ചെടികൾ, അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുക. അതിനൊക്കെ ഒരു ശാസ്ത്രം പറയുന്നുണ്ട്. ഞാൻ എത്ര പറയുന്നുള്ളൂ, വ്യക്തമായിട്ട് പറയുന്നില്ല. ഇത്തരത്തിലുള്ള സംത്തുകളാണ് ഉപയോഗിക്കുക. സംത്ത് എന്ന് പറഞ്ഞാൽ കഴിക്കാനുള്ള വസ്തു, പാലുള്ള വസ്തുക്കളാണ് ഉപയോഗിക്കുക. അതിനുശേഷം ഒരു തൂശനില എടുക്കണം. തൂശനില നമ്മുടെ കർമ്മിക്ക് മുൻപായി വച്ച് കിഴക്കോട്ട് തിരിച്ചു വെച്ച് അതിൻ്റെ വലത്ത് സ്ത്രീയുടെ പ്രതിമ ഉണ്ടാക്കണം, ഇടത്ത് പുരുഷൻ്റെ പ്രതിമ ഉണ്ടാക്കണം. ഈ പ്രതിമയ്ക്ക് നമ്മൾ ഈ വിദ്വേഷണം വരേണ്ട വ്യക്തികളുടെ കാലടി മണ്ണ് കിട്ടുമെങ്കിൽ വിശേഷമായി അതും നന്നാവും. അതോടൊപ്പം നമുക്ക് കാലടി മണ്ണ് കിട്ടില്ല എന്നുള്ള കാണുകയാണെങ്കിൽ ഇവരെ മറികടത്താന്ന് പറഞ്ഞാൽ അവർ വരുന്ന വഴിയിൽ എന്തെങ്കിലും നാണയമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ, അത് മാന്ത്രികത്തിൽ പറയുന്നുണ്ട്, ആ വസ്തുക്കളൊക്കെ ഇട്ട് മറികടത്തണം. ആ മറികടത്തിയ സാധനം എടുത്ത് നമ്മൾ ഈ പ്രതിമ ചമയ്ക്കണം. ഇതിൽ കാലടി മണ്ണ് കിട്ടുകയാണെങ്കിൽ അതോടൊപ്പം പുറ്റുമണ്ണും ചേർത്ത് 2 പ്രതിമ ഉണ്ടാക്കണം. സ്ത്രീ പുരുഷനാണെങ്കിൽ അല്ലെങ്കിൽ 2 ആണുങ്ങളാണെങ്കിൽ 2 ആണിൻ്റെ പ്രതിമ ഇങ്ങനെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ 5 ദർഭ വെച്ചിട്ട് കൈ കാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മീതെയാവണം ഈ പ്രതിമ ഉണ്ടാക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഉപാസന, ആ ഏത് മൂർത്തിയാണോ നമ്മൾ ഈ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്നെങ്കിൽ ആ ഭഗവാന്റെ മൂലമന്ത്രത്താൽ, ഒരു പുരുഷനും ഒരു സ്ത്രീ ആണെങ്കിൽ ആ പുരുഷൻ്റെ ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള അഡ്രസ്സൊക്കെ കിട്ടുമായിരിക്കും, ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള അഡ്രസ്സ് നമുക്ക് കിട്ടില്ലായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരും വീട്ടും പേരും ചേർത്ത് വേണം ആവാഹിക്കാൻ. നാൾ കിട്ടുന്നില്ലെങ്കിൽ 27 നാളിൽപ്പെട്ട നാൾ എന്നുള്ള സങ്കല്പത്തിലും ആവാഹിക്കാം. ഇങ്ങനെ ആവാഹിച്ചതിന് ശേഷം 2 പ്രതിമയിലേക്കും ആവാഹിച്ചതിന് ശേഷം പ്രാണനും ജീവനും ആവാഹിക്കണം. പ്രാണൻ ആവാഹിക്കുമ്പോൾ ശുക്രനെ കൊണ്ട് ഒഴിവ് നോക്കണം. ജീവൻ ആവാഹിക്കുമ്പോഴും ഇതുപോലെ ഒഴിവ് നോക്കണം. ആ ഒഴിവ് നോക്കി സാധ്യം വന്നതിന് ശേഷം ഈ 2 വ്യക്തികളിലെയും ആ ഉപാസനാമൂർത്തിയുടെ വിദ്വേഷണ മന്ത്രം ചൊല്ലി, ഓരോ ദേവന്മാർക്കും ഓരോ വിദ്വേഷണ മന്ത്രം പറയുന്നുണ്ട്. ആ വിദ്വേഷണ മന്ത്രം ചൊല്ലി ഈ ഇലയുടെ നടുക്ക് കീറണം. തൂശനിലയുടെ നടുക്ക് കീറി, സ്ത്രീയുടെ പ്രതിമയാണെങ്കിൽ അപ്പുറത്തെ വശത്തേക്ക് മാറ്റി വയ്ക്കണം, പുരുഷൻ്റെ പ്രതിമയാണെങ്കിൽ ഇപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുക, ഓപ്പോസിറ്റ് വയ്ക്കണം. സാധാരണ പുരുഷൻ വലത്തും സ്ത്രീ ഇടത്തായിരിക്കുക. അപ്പോൾ ഈ മാറ്റി വയ്ക്കുമ്പോൾ വലത്ത് സ്ത്രീ വരണം, ഇടത്ത് പുരുഷൻ വരണം, അങ്ങനെ രീതിയിലേക്ക് മാറ്റണം. എന്നിട്ടാണ് നമ്മൾ അവർക്ക് കുടുംബ പരദേവതയായിരിക്കുന്ന മൂർത്തികളെ നമ്മൾ കർമ്മങ്ങളാലും മന്ത്രത്താലും ബന്ധിച്ചു നിർത്തിയതിന് ശേഷം ഈ കർമ്മത്തിലേക്ക് വടുക ഭൈരവനാണെങ്കിൽ വടുക ഭൈരവനെ ആവാഹിച്ച്
വിടുന്ന ഒരു കർമ്മമാണ് ഈ വിദ്വേഷണ കർമ്മം. ഈ കർമ്മത്തിന് അവരവരുടെ ഉപാസനമൂർത്തിയുടെ ബലമാണ് അവരുടെ ശക്തി. തീർച്ചയായും 90 ദിവസമാണ് പറയേണ്ടത്. അതിനുള്ളിലെ ശല്യക്കാരണങ്ങളെ ആ ശല്യം നമുക്ക് മാറിപ്പോകും. ഇത് ഒരു ചെയ്യാൻ പാടില്ലാത്ത കർമ്മമൊന്നുമില്ല. കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാതാവുമ്പോൾ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. അത് തെറ്റല്ല. ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ രോഗം വരുത്തി കെടുത്ത അതൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത തലമുറ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇത്തരത്തിലാണ് ഈ കർമ്മങ്ങൾ ആവാഹിച്ചതിന് ശേഷം ഈ ഹോമകുണ്ഡത്തിലേക്ക് ഈ 2 പ്രതിമയും മുഖം കാണാത്ത രീതിയിൽ ഹവിക്കണം. അതായത് കത്തിച്ച് കളയണം. ആ കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് നമ്മളവിടെ മാറി നിൽക്കണം. ആ ഉപാസനാമൂർത്തിക്ക്, വടുകഭൈരവൻ എന്ന് പറയുന്ന ആ മൂർത്തിക്ക് ആ സമയത്ത് കോഴി വെട്ടി, വടുകഭൈരവൻ എന്ന് പറയുന്നത് ശിവൻ തന്നെയാണ്. ഒരു ബാല്യരൂപം എന്നാണ് അതിൻ്റെ ഒരു സങ്കല്പം. കോഴി വെട്ടിയിട്ട് കർമ്മം കൊടുക്കണം. ഈ ഹോമത്തിലേക്കും കോഴി വെട്ടി കർമ്മം കൊടുക്കണം. ഇതാണ് അതിൻ്റെ കർമ്മം. ഈ കർമ്മത്തിൻ്റെ ഈ കർമ്മം പിഴച്ചു കഴിഞ്ഞാൽ കർമ്മി പോകും യമാലയെ. ആ കർമ്മിക്ക് തന്നെ നാശം വരുന്ന കർമ്മമാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി മാത്രമേ, ഭയമില്ലാതെ ചെയ്യണം. ഇത്തരത്തിലുള്ള ഈ കർമ്മങ്ങൾ പരമാവധി നമ്മൾ ചെയ്യാതിരിക്കുക. പിന്നെ എന്തിനാണ് ഇത് പറയുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു കർമ്മങ്ങളൊക്കെ നമ്മുടെ മലവാര കർമ്മത്തിൽ ഉണ്ട് എന്ന് അറിയുന്ന ഭാവത്തിലേക്കാണ്. ഇതിലെ മന്ത്രങ്ങൾ, വടുകഭൈരവനാണെങ്കിൽ ആ മന്ത്രങ്ങളൊക്കെ അവരവരുടെ ഗുരുവിൽ നിന്ന് കിട്ടുന്ന മന്ത്രമായിരിക്കണം. അല്ലാതെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള മന്ത്രം ആവരുത്. അതുപോലെ തന്നെ ആ കർമ്മം പിഴച്ചു കഴിഞ്ഞാൽ ആ മൂർത്തി തിരിച്ചു വന്നാൽ നമുക്ക് അറിയാൻ പറ്റണം. അത് നമ്മുടെ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ഇന്ന മൂർത്തി കർമ്മം ഫെയിൽഡായിട്ടോ അല്ലെങ്കിൽ വിജയിച്ചിട്ടോ വന്നിട്ടുണ്ടെന്ന് നമ്മൾക്കറിയാൻ പറ്റണം. അതാണ് ഒരു കർമ്മി ഒരേ സമയം പല പല കർമ്മങ്ങൾ ചെയ്യരുത് എന്ന് ഗുരു ഉപദേശിക്കാൻ കാരണം. അത് നമുക്ക് നിമിത്തങ്ങൾ കാണിച്ചു തരും. ആ നിമിത്തം ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കണം. അതെനിക്ക് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന പോലെ ഓരോ വ്യക്തികൾക്കും അവരവരുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ആ സിഗ്നൽ ഉപയോഗിച്ചാവണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇതിനും പ്രായശ്ചിത്ത കർമ്മമുണ്ട്. വീടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക. അത് 7 ദിവസം അടുപ്പിച്ച് കൊടുക്കുക. ഇത് സമസ്ത അപരാധം പൊറുക്കണേന്ന് പാർവതി പരമേശ്വരന്മാരോട് അപേക്ഷിക്കണം. ഇത്തരം കർമ്മങ്ങൾ ഗുരുവിൻ്റെ കൂടെ ഒരുപാട് നാൾ അലഞ്ഞ് നടന്ന് കിട്ടിയിട്ടുള്ള ഈ കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്കത് വലിയൊരു അറിവായി തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കുടുംബ പരദേവതയായിരിക്കുന്ന മഹാഭദ്രകാളിയമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. 1-2 ദിവസം വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല. എല്ലാവരും ക്ഷമിക്കണം. മരണസംബന്ധമായ കാര്യങ്ങളുണ്ടായതുകൊണ്ട്, വലിയച്ഛൻ മരിച്ചു, അതിൻ്റെ കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരെയും കുടുംബ പരദേവത അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.